ഈ അമ്പലത്തിൻ്റെ ഉത്ഭവത്തിനുള്ള കാരണം നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഈ നായർ വീട് തറവാട് അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ കൂടാതെ നാട്ടിൽ തന്നെ പല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ദേവപ്രശ്നം വെക്കുകയുണ്ടായി. ആ ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മൺമറഞ്ഞു കിടക്കുന്ന ഒരു, അതായത് ജലസാന്നിധ്യത്തിൽ കിടക്കുന്ന ഒരു തേജസ്സുണ്ട്. ആ തേജസ്സിനെ എടുത്ത് അത് പരിപാലിച്ചുകൊണ്ട് പൂജകൾ നടത്തണം എന്നുള്ളതാണ് അന്ന് അദ്ദേഹം പ്രവചിച്ചത്. അതുപ്രകാരം ഇവിടെ ഈ അവരുടെ അധീനത്തിലുള്ള ഈ പ്രദേശത്ത്, അമ്പലക്കുന്ന് എന്ന ഈ പ്രദേശത്ത് ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. അത് നന്നാക്കിയപ്പോൾ അതിൽ നിന്നും കിട്ടിയ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുള്ളത്. അത് അശ്വതി നാൾക്കാണ് കിട്ടിയത്. ഇവിടെ പ്രധാനമായിട്ട് ആ ദിവസം അശ്വതി മഹോത്സവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദേവൻ്റെ പിറന്നാളായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ അഖണ്ഡനാമം കഴിഞ്ഞാൽ പിന്നെ 3 പ്രധാന ഉത്സവങ്ങളാണ് നടത്തുന്നത്. അശ്വതി മഹോത്സവം, പ്രതിഷ്ഠാ ദിൻ, തൈപ്പൂയം. ഇന്ന് ഇവിടെ നടത്തുന്നത് പ്രതിഷ്ഠാ ദിൻ ആണ്. വളരെ ഗംഭീരമായി തന്നെ നടത്തുന്ന ഒരു ചടങ്ങാണത്. ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക പൂജാരികൾക്ക് കഴിഞ്ഞതിന് ശേഷം പറയെടുപ്പ് അതെല്ലാം അത് ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 11 മണി 12 മണിക്കുള്ളിൽ നല്ല ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, സദ്യ വിളമ്പുന്നു. കഴിഞ്ഞ് 4 മണിക്ക് നഗരപ്രദക്ഷിണം. 2-3 ആനകളുണ്ടായിരിക്കും. അതോടുകൂടി 2 മേള വാദ്യാദിയോടുകൂടി നൃത്തങ്ങളും മറ്റ് കലാപരിപാടികളോടുകൂടി പൂക്കോട്ടുംപാടം അങ്ങാടിയിലേക്ക് 4 മണിക്ക് തുടങ്ങുന്ന യാത്ര തിരിച്ച് 6 മണിയോടുകൂടി അമ്പലത്തിൽ പ്രവേശിക്കുന്നു.